إلى الله عدنا وبالله نذنا ليطوى زمان بائس شحيح ليطوى زمان بائس شحيح. இது யார் பிதஅத்து நடக்கிறது மையத்திர விஷயத்துல நீங்க நோக்குறீங்க ஷிர்கு பிதஅத்து അല്ലേ நீங்க നോക്കൂ ഞാൻ അങ്ങനെ കണ്ടുവരുന്നില്ല സോഷ്യൽ മീഡിയയിൽ ദൈനംദിനമായിട്ട് ഞങ്ങൾ നോക്കിയുള്ളൂ അല്ലേ ഇപ്പൊ ഞാൻ ഒരു തങ്ങ മരിച്ചിട്ട് അങ്ങനെ വ്യക്തിപരമായിട്ട് അയാൾ ആക്ഷേപിക്ക് കുത്തിയത് അയാൾ ഒരു പാവം മനുഷ്യത്തിക്കത് എന്തും ആ വിഷയത്തിൽ വലിയ അറിവില്ലാത്ത പാവം പക്ഷേ അയാൾ മരിച്ചിട്ടാവുമ്പോൾ നിങ്ങൾ നോക്കോ സ്വബൈക്ക് മരിച്ച മയ്യത്തിന് ജാവ് 12 ഗണ്ടത്തെ 1 ഗണ്ട ജാവ് തോറും ചുറ്റിയാണ് അല്ലെ ചുറ്റിട്ട് കറങ്ങിയിട്ട് അവസാനം കൊണ്ടുപോയത് ഒരു ജാഗൽ പുത്തൂർ ഭാഗത്ത് ഒരു ജാഗൽ നോക്കൂ ആദ്യം ഇണ്ട് ആ മയ്യത്തിനെ വെച്ചിട്ട് ഖബർ വ്യവസായക്കാൻ ഒരു തീർത്ഥാടന കേന്ദ്രമാക്കാൻ ഹൽമാൻ എത്രത്തോളം നിങ്ങളപ്പോ ഫസ്റ്റ് മയ്യത്തിനെ ദഫനാക്കി പിറ്റേന്ന് ഖബർ എന്തായിട്ട് പിന്നെയും പൊതിച്ച് ചെന്നെങ്കിൽ പൊതുവാക്കി പിന്നെ എന്താക്കി പിന്നെയും കെട്ടിയത് അങ്ങനെ ഇപ്പോ ഒരു വലിയൊരു ദർഗയുടെ മാറി ഒരു തീർത്ഥാടനം ഖബറിലെ ഒരു വ്യവസായ കേന്ദ്രമായിട്ട് മാറി ഖബറിനടുത്ത് ഉൾപ്പെട്ട സ്വഹാബിമാർ ഖബറിനെ ഓർത്തിട്ട് ഉൾപ്പെട്ട് താടി റോമത്തിൽ നിന്ന് തന്നെ വലിച്ചുകൊണ്ടിട്ട് സ്വഹാബിമാരും ആ ഖബറിനെ വെച്ചിട്ട് എന്താക്കിയത് വ്യവസായമാക്കിയിട്ട് മാറ്റിയ ഇതിനെ ചെല്ലാണ്ട് നിർവഹണം ഇതിനൊക്കെ പഠിക്കും എത്രത്തോളം ചെന്നെങ്കിൽ നോക്കൂ തണ്ണീര് കുപ്പിയിൽ തണ്ണീർ ഒഴിച്ചിട്ട് കൊണ്ടുപോയിട്ട് അവിടെ വെക്കല് എന്നിട്ട് എന്തിനാ വിശ്വാസിച്ചെന്നെങ്കിൽ അയാൾ ഖബറിന്റെ ഉള്ളത്തിൽ ഊതുണ്ട് നോക്കണ എത്രത്തോളം ഞാൻ ഒരു മൈലാറിച്ചത് കൂടെ തന്നെ മരിച്ചിട്ടേ ഇല്ല രാജ്യവും അയാൾ മരിച്ചിട്ടേ ഇല്ല മരിച്ച മനുഷ്യൻ മരിച്ചിട്ടില്ലാണ്ട് ചെല്ലു അപ്പൊ എന്ത് കഴിച്ചത് മയ്യത്തെ നിസ്കരിച്ചത് എന്ത് കഴിച്ചിട്ട് മയ്യത്തെ നിസ്കരിച്ചിരിക്കും അത് ഈ ദുനിയാവൊന്നും പോയത് മയ്യത്തിന് ചെല്ലു അല്ല പിന്നെ ഈസാ നബി അലൈഹിസ്സലാമിനെ ആകാശം ഉയർത്തിയ പോലെ ഉയർത്തും അങ്ങനെ മരിച്ചിട്ടില്ല ഈസാ നബി അലൈഹിസ്സലാം മരിച്ചില്ല ഇല്ല എന്തുകൊണ്ട് അല്ലാഹു ആകാശത്ത് ഉയർത്തില്ല ദുനിയാവൊന്നും പോയിരുന്നില്ല പിന്നെ ആകാശത്തിൽ പോകും ഒക്കെ മരിച്ച മനുഷ്യരെ പോലെ മരിച്ചിട്ടില്ല അയാൾ വിശ്വാസം അതേപോലെ അയാൾ ചെന്നിട്ട് റസൂൽ മരിച്ചിട്ടില്ല ഈ റൂമിൽ അപ്പുറത്തെ റൂമിൽ പോയത് അതേ വിശ്വാസം അയാൾ അന്യായം ഭാവിച്ചെന്നുള്ളൂ പക്ഷെ അങ്ങനെ വ്യക്തിപരമായിട്ട് ആക്ഷേപിക്കുന്നത് പക്ഷെ ആത്മീയമായ നിലക്ക് മനുഷ്യന്മാരെ ഈമാനിലെ വിശ്വാസത്തിലെ ചൂഷണാക്കുന്ന ഒരു അവസ്ഥ ഇന്ന് ഞങ്ങൾക്ക് കാണാൻ സാധ്യമുള്ളൂ അതുകൊണ്ട് അതെന്തും മയ്യത്തുമായിട്ട് ബന്ധപ്പെട്ട വിഷയമല്ല അതുകൊണ്ട് ഇപ്പോ മയ്യത്ത് ഖബർസ്ഥാനിൽ എത്തിയത് പിന്നെ മയ്യത്തിന് ഖബറെടുക്കുന്നതായ കാര്യക്രമം എത്തിക്കുന്നത് നടക്കുന്നത് നിങ്ങൾ നോക്കൂ സാധാരണ ഖബർ 2 തരത്തിൽ എത്തിക്കുന്നത് ഒന്ന് ഷക്ക് പിന്നൊന്നും ലഹദ് ചെല്ലാം ഞങ്ങളുടെ രാജ്യത്തിലുള്ള ലഹദില്ല ഷക്ക് ഖബർ അയച്ചിട്ട് മേൽ ഖബർ എടുക്കല് പിന്നെ അതിനുള്ളത് തായ് ഖബർ എടുക്കല് ഏറ്റവും കുറഞ്ഞത് മേൽ ഖബറും 6 അടി വേണം 6 ഫീറ്റെങ്കിലും വേണം അതൊക്കെ കുറെ ചെയ്യണം അതേപോലെ ലഹദ് ഖബർ ചെന്നിട്ടെങ്കിൽ മേൽ ഖബർ എടുത്തിട്ട് പിന്നെ എന്താക്കല് അടിയിൽ മാന്തരച്ച് ലഹദ് ഖബർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലഹദ് ഖബറിലേക്ക് ദഫനാക്കല് അങ്ങനെ റസൂലുള്ളാഹി ദഫനാക്കല് അതേപോലെ സഹാബിമാരെല്ലാം അങ്ങനെ ഇന്നും മക്കത്തും മദീനത്തിലും സൗദി അറേബ്യത്തിലും മൊത്തം അധിക ജനങ്ങൾ ലഹദ് എത്തിക്കുന്നത് കൂടെ ലഹദില്ല ഏതായാലും 2 തരത്തിലെത്തിക്കുന്ന ഖബർ അപ്പൊ ഖബറിന് മയ്യത്തിൽ വയ്ക്കുന്നതായ സന്ദർഭത്തിൽ നല്ലോണം ശ്രദ്ധിക്കും ഞാൻ ഒരു വീഡിയോ നോക്കിയ ഇന്നും അത് നോക്കുമ്പോഴത്തേക്കും നമുക്ക് തടി പിറക്ക് എന്താ വെച്ചെങ്കിൽ മയ്യത്തിന് 2 ആൾമാർ നമുക്ക് ഭാവ എന്ത് ബലഹീനന്മാരായിട്ടുള്ള ഉടായതെന്തോ എവിടെ നോർത്തിലെന്തായ ഒരു സംഭവം എത്തിക്കരുത് ബലഹീനന്മാരായിട്ടുള്ള 2 പാവപ്പെട്ട മനുഷ്യന്മാർ പിടിച്ച മയ്യത്തിൽ ഇങ്ങനെ ഖബറിൽ വെക്കലോട് കൂടിയിട്ട് കൈകൊണ്ട വടക്കാണ്ട് കീഴും അതുകൊണ്ട് നല്ല താക്കത്തുള്ളതായ ധൈര്യമുള്ളതായ താങ്ങു പറ്റിയതായ ആൾമാരുടെ അതൊക്കെ 2 നല്ല ഗട്ടിയുള്ള തോർത്തുകൊണ്ട് കയ്യിൽ വേണം ഇതിന്റെ മയ്യത്തിൽ നല്ല ഖബർ കിരിക്കുന്നതായ സന്ദർഭത്തിൽ ബിസ്മില്ലാഹി വഅലാ മില്ലത്തി റസൂലില്ലാഹ് ചെത്ത് ഒരു വിഷയമാണ് കൂട്ടര് നിങ്ങൾ നിലപ്പാക്കിയില്ല അത് ഷോർട്ടായിട്ട് തീർക്കുക മയ്യത്ത് ദഫനാക്കുന്നതിന് മുന്നോട്ടുള്ളതായ കാര്യക്രമം അപ്പോ
ആ മയ്യത്തിനെ ദഫനാക്കിയത് പിന്നെ മയ്യത്തിനെ ഖബറിൽ താഴ്ത്തിയത് പിന്നെ മയ്യത്തിനെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കിബിലയുടെ ഭാഗത്തിന് ചരിച്ചു കിടക്കും അല്ലെ. ചില ആൾമാര് കൗളും മണ്ണ് വീഴ്ക്കാറ്, അതിലെന്തും അറിയത്തില്ല. ശരിക്കും ഖബറ് ചെല്ലുമ്പോൾ നിങ്ങൾ നോക്കിയിട്ട് പോകാം, കുടുസായത് എത്തിക്കുക. ഒരാൾക്ക് കിടക്കുള്ളതായ ജാഗ എത്ര ഉണ്ടു അത്ര മാത്രം എത്തിക്കല് ഖബർ അല്ലെ. ഭയാനകമായിട്ടിക്കുക. അള്ളാഹു കാത്തു സലാമത്താക്കട്ടെ. കാരണം ആ ഖബറിൽ മയ്യത്തിനെ കിടച്ചോനായത് മുഖത്തിലെ കിബിലയുടെ ഭാഗത്തിന് ചരിച്ചിട്ട് വെച്ചിട്ട് മയ്യത്തിനെ കിടത്തോനായത്. അതിന് പിന്നെ കല്ല് വെച്ചിട്ട്, കല്ലല്ലെങ്കിൽ വടി എന്തുവാണ് അത് വെച്ചിട്ടായിരുന്നു. പിന്നെ മണ്ണിട്ടിട്ട് ദഫനാക്കിയിട്ട് അതിനെ പിന്നെ തസ്ബീത്ത് ചെല്ലും. തസ്ബീത്ത് ചില ആൾമാർ ചെല്ലുന്നത് മയ്യത്തിനെ ഖബറിൽ വെച്ച പൈറ്റിക്ക് അല്ല, മയ്യത്തിനെ ദഫനാക്കിയത് പിന്നെ അതിക്ക് മുന്നുള്ള മൂടുകല്ല് വെച്ചെന്ന് പിന്നെ എന്താക്കുക മണ്ണ് ഇട്ടത്, 3 പക്കം മണ്ണ് ഇട്ടത് സുന്നത്തായിട്ട് ഹദീസിൽ വന്നത്. ആ മണ്ണ് ഇട്ടതായ സന്ദർഭത്തിൽ ഇന്നാ ഖലഖനാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറത്തൻ ഉഖ്റജത്ത് ചില ആൾമാർ ചെല്ലാറ്. അത് ചെല്ലോകില്ല, അത് ഹദീസിൽ വന്നത്. അത് ഖുർആന്റെ ആയത്തായിട്ടിക്കറ്. ഇന്നാ ഖലഖനാകും, ഈ മണ്ണിൽ നിന്ന് നിങ്ങളാണ് സൃഷ്ടിച്ച, വഫീഹാ നുഈദുകും, ഇതേ മണ്ണിൽ നിങ്ങളാണ് മടക്കിയ, വമിൻഹാ നുഖ്രിജുകും താറത്തൻ ഉഖ്റ, ഏഴോ പ്രാവശ്യം ഇതേ മണ്ണിൽ നിന്ന് ഞങ്ങളെ പുനർജീവിപ്പിക്കുക നിങ്ങളെ ചെന്ന് ഖുർആന്റെ ആയത്തായിട്ടിക്കറ്. അത് മയ്യത്തിനൊട്ടിക്ക് ചെല്ലുള്ളതല്ല, അത് ഞങ്ങൾക്ക് ചിന്തിക്കുകയും ഞങ്ങൾ പഠിക്കുകയും ഞങ്ങൾ പരിവർത്തനാകുള്ള വിഷയത്തിക്കരുത്. അള്ളാഹുടെ ആയത്തെത്തിക്കരുത്. അങ്ങനെ മണ്ണിട്ടിട്ടായത് പിന്നെ ഖബറെല്ലാം മൂടിയത് പിന്നെ ഞങ്ങൾക്ക് വെടിയുള്ള ഖബറ് ഉയർത്ത ബുദ്ധിയത. ഭൂമിയെ കാട്ടി ഒരു ചാണ മാത്രം ഖബറ് ചെന്ന് തിരിച്ചറിയാനായിട്ട് ഉയർത്ത. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖബറ് മുസന്നമ ചെന്നിട്ടെങ്കിൽ ഒട്ടകത്തില് ആ പൂജയില് അതേപോലെ റൗണ്ട് ഷേപ്പിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖബറ് ഭൂമിയെ കാട്ടി ഒരു ചാണ മേലെത്തി ചെന്ന് ഹദീസിലെ ഗ്രന്ഥത്തിൽ കാണ്ട് സ്വഹാബിമാർ അത് രേഖപ്പെടുത്തിയത് എത്തിക്കറ്. അതുകൊണ്ട് ആ വിഷയം ശ്രദ്ധിക്കണം. തസ്ബീത്ത് എത്തിക്കറ്. പിന്നുള്ളത് അതിற்கு മുന്നുള്ള ഒരു വിഷയം ഞങ്ങൾ മറന്ന കുലിമ്പാട്ടിട്ടായത് പിന്നെ നിസ്കാരം, മയ്യത്ത് നിസ്കാരം. ഞങ്ങൾ എല്ലാവരും ഒന്നും ഞങ്ങൾ നിസ്കരിക്കുന്ന ആൾമാർ എത്തിക്கிறாரு. 5 മിനിറ്റ് കൊണ്ട് ഞങ്ങൾ ആ വിഷയം ഞാൻ തീർக்கிறேன். നിസ്കരിക്കുമ്പോൾ ശ്രദ്ധിക്കണായിട്ട് നിസ്കാരം ഫറദായിട്ടിക്കറ്. എല്ലാ ആൾമാരും നിസ്കരിക്കണം. അതുകൊണ്ട് പെണ്ണുങ്ങൾക്ക് നിസ്കരിക്കുള്ളതായ അവസരമാക്കി കൊടുക്കണം. എന്റെ ചില ശാഖ അത് കാണില്ല സഹോദരന്മാരെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരിച്ച സന്ദർഭത്തിൽ നബിയുടെ ഭാര്യമാർ നിസ്കരിച്ചതാണ്. സഹാബിമാർ മരിച്ച സന്ദർഭത്തിൽ സഹാബി വനിതമാർ നിസ്കരിച്ചതാണ്. സ്വഹീഹ് മുസ്ലിമിൽ കാണ്ട് മഹാനായ അബീ സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു മരണപ്പെട്ട സന്ദർഭത്തിൽ ആയിഷ റളിയല്ലാഹു അൻഹ കേൾക്കറ്, ആണിനെ നിസ്കരിച്ചിട്ടായിട്ടാ നിങ്ങൾ എന്താ മയ്യത്തിനെ കൊണ്ടുവരൂ, ഞങ്ങളുടെ നിസ്കരിക്കണം.